ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കിയിൽ മിടുക്കരായി നിൽക്കുകയാണോ വിമതരെ അനുനയിപ്പിക്കാനായിട്ടുള്ള കോൺഗ്രസ് നീക്കം പരാജയപ്പെട്ടു. കട്ടപ്പന നഗരസഭയിൽ 4 ഡിവിഷനുകളിൽ വിമതർ മത്സരിക്കും. 17ാം ഡിവിഷനിൽ കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ. അടിമാലി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സ്വതന്ത്രനായ മുൻ കോൺഗ്രസ് നേതാവ് ഇൻഫൻ തോമസ് കോൺഗ്രസിന് വെല്ലുവിളിയാണ്. നെയ്യശ്ശേരി ബ്ലോക്ക് ഡിവിഷനിൽ വിമതനായ KSU നേതാവ് എന്തായാലും പത്രിക പിൻവലിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന് നിസ്സഹകരണം അവിടെ തുടരുകയും ചെയ്യും. രാഹുൽ സുരേഷ് നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് രാഹുൽ സുരേഷ്. ഇടുക്കിയിൽ കട്ടയ്ക്ക് പിടിക്കാനായി വിമതർ തീരുമാനിച്ചുറച്ചു നിൽക്കുകയാണ്. ജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, നേതൃത്വം നിർത്തിയ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക, അതാണോ അജണ്ട? ഗുഡ് ഈവനിങ് സുജയ. ഈ കാണുന്ന കട്ടപ്പന നഗരസഭ UDFന്റെ ഒരു ഉരുക്കുകോട്ട തന്നെയാണ്. പക്ഷേ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള വിമതർ ആ ഉരുക്കുകോട്ടയിൽ വിള്ളലുണ്ടാക്കുമോ എന്നതാണ് നിലവിലെ ആശങ്ക. 1ഉം 2ഉമല്ല 4 ഡിവിഷനുകളിലാണ് കോൺഗ്രസിന്റെ വിമതർ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നത്. 6, 23, 31, 33 ഡിവിഷനുകളിലാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതർ മത്സരിക്കുന്നത്. അതിൽ തന്നെ 31ാമത്തെ ഡിവിഷനിൽ മുൻ നഗരസഭാ അധ്യക്ഷ ബീന ജോബിയാണ് കോൺഗ്രസിനെതിരെ വിമതയായിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റൊരു സംഭവം, ഈ 4 ഡിവിഷൻ കൂടാതെ 17ാമത്തെ ഡിവിഷനിൽ കോൺഗ്രസും കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗവും ഔദ്യോഗികമായി തന്നെ മത്സരിക്കുന്നുണ്ട്. രണ്ടുപേരും ഔദ്യോഗിക ചിഹ്നങ്ങളിൽ തന്നെയാണ് മത്സരിക്കുകയും ചെയ്യുന്നത്. കട്ടപ്പനയിലെ സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ അടിമാലിയിലേക്ക് എത്തുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നത് മുൻ DCC അംഗമായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. അതുകൂടാതെ നെയ്യശ്ശേരിയിലെ കാര്യം സുജയ പറഞ്ഞു. നെയ്യശ്ശേരിയിൽ ഇന്ന് ഉച്ചയ്ക്ക് വരെ KSUവിന്റെ വിമത സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പക്ഷേ ചർച്ചയിലൂടെ ആ KSUവിന്റെ വിമത സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനായിട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെങ്കിലും ഇടുക്കി ജില്ലയിലും വിമതരുടെ ശല്യം കോൺഗ്രസ് വല്ലാതെ തന്നെ അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുജയ.